ഡോൺ കാർലോ, കാസിമറോ, വിനീഷ്യസ്, എൻഡ്രിക്ക്, ബ്രൂണോ ഗൊമേറസ്, ഗബ്രിയൽ മാർട്ടിനെല്ലി. എന്താല്ലേ, ബാക്കിയുള്ള എല്ലാവരും ഒരു ടീം വർക്കായിട്ട് കളിച്ചുകൊണ്ട് തന്നെയാണ് ജയിക്കാൻ പറ്റിയത്. പക്ഷേ ഈ വക പേരുകൾ ഒന്നെടുത്ത് പറയുന്നത്, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത പേരുകളാണ്. കാസിമറോയുടെ തലമണ്ട ആർക്കും സംശയം കാണില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം കഴിഞ്ഞ സീസണിൽ ആ തലമണ്ട കൊണ്ട് എത്ര ഗോള് കാസിമറ അടിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന്. അതിന് കൈ കണക്കൊന്നുമില്ല. പക്ഷെ ആദ്യ പകുതി ജപ്പാനുള്ളതായിരുന്നു. ആ ജപ്പാൻ അത് കൊല്ലുകയും ചെയ്തു, ഒരു ഗോൾ അടിക്കുകയും ചെയ്തു. ആദ്യ പകുതി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ ആ മത്സരമാണ്. ബ്രസീലിൻ്റെ കയ്യിൽ ബോൾ നിൽക്കുന്നില്ല, ജപ്പാൻകാർ അറ്റാക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യേണ്ട അറിയാവുന്ന നിലയിൽ സ്തബ്ധരായി നിൽക്കുന്ന ബ്രസീലിയൻ താരങ്ങൾ. ആ ഒരു ചുളിവിൽ കയറിയിട്ട് ജപ്പാൻ ഗോൾ അടിക്കുകയും ചെയ്തു. ഡാനിയലോടെ മിസ് പാസ്. ഈവൻ കാസിമോറയ്ക്ക് ഓടി എത്തിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നങ്ങനെ ടാക്കിൾ ചെയ്യുമ്പോൾ യെല്ലോ കാർഡ് കിട്ടും. ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടി നിൽക്കണം. അങ്ങനെ വശം കെട്ട ഒരു ബ്രസീലിനെയാണ് ആദ്യ പകുതിയിൽ കാണാൻ പറ്റിയത്. ഈവൻ ബ്രസീൽ ജപ്പാൻ മത്സരം ആദ്യ പകുതി കണ്ടവരാണെങ്കിൽ പറയും ഈ ബ്രസീൽ കയറില്ല, ഈ ബ്രസീൽ പൊട്ടി പാളിസാവും, കാസിമറനൊക്കെ പുറത്ത് വലിച്ചിട്ട് വേറെ ആൾക്കാരെ ഇറക്കുക, നെയ്മറിനെ ഇറക്കുക എന്നൊക്കെ പറഞ്ഞ് കാണണം. എന്നാൽ സെക്കൻഡ് ഹാഫ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. പരിക്ക് പറ്റിയ എൻട്രിക്കിന് ഇറക്കിയത് നമ്മുടെ ആ പരിക്ക് പറ്റിയ താരത്തിന് പകരമായിട്ടായിരുന്നു, പക്വറ്റിക്ക് പകരമായിട്ടായിരുന്നു എൻട്രിക്കിന് ഇറക്കിയത്. എൻട്രിക്കിന് ഇറക്കിയാൽ നീക്കണ്ടല്ലോ. അപ്പോഴും നെയ്മർ അവിടെ ഇരിക്കുക, നെയ്മറിന് ഇറക്കിയിട്ടില്ല. എൻട്രിക്കിന് ഇറക്കല് വലിയൊരു മാറ്റമാണ് ആ സമയത്ത് കൊണ്ടുവന്നത്. ചിന്തിക്കാൻ പറ്റാത്ത മാറ്റമാണ് കൊണ്ടുവന്നത്. വിനീഷ്യസ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് റയാൻ, എൻട്രിക്ക്, പിന്നെ മത്യാസ് കുഞ്ഞ. കിഡിലനായിട്ടുള്ള സംഭവം. പിന്നെ കുറച്ച് മത്യാസ് കുഞ്ഞെ പിൻവലിക്കുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച് നെയ്മർ വരുമെന്ന് വെച്ചാൽ നെയ്മർ വരുന്നില്ല. സർപ്രൈസ് എൻട്രി ഗബ്രിയൽ മാർട്ടിനെല്ലി. ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല. ആഴ്സണലിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് താരാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി. ആരും വിചാരിച്ചിട്ടില്ല ഗബ്രിയൽ മാർട്ടിനെല്ലി ഇറങ്ങുന്നു. പക്ഷേ ഗബ്രിയൽ മാർട്ടിനെല്ലി ഇറക്കുന്നു നെയ്മറിന് പകരം. എല്ലാവരും ഒന്ന് നെറ്റി ചുടിച്ചിട്ടുണ്ടാവും ഈ ഡോൺ കാർലോ എന്തെങ്ങനെ നിൽക്കണേ, എന്തെങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഗബ്രിയൽ മാർട്ടിനെല്ലി വന്നതിന് ശേഷവും അറ്റാക്കാണ്. ലെഫ്റ്റിൽ നിന്ന് അറ്റാക്ക്, റൈറ്റിൽ നിന്ന് അറ്റാക്ക്, ലെഫ്റ്റിൽ നിന്ന് അറ്റാക്ക്, റൈറ്റിൽ നിന്ന് അറ്റാക്ക്. അവിടുന്ന് ബോക്സിലേക്ക് ബോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജപ്പാന് ശ്വാസം മുട്ടിച്ച സമയങ്ങളായിരുന്നത്. ജപ്പാന് ശ്വാസം മുട്ടിച്ച സമയങ്ങൾ. അതിൻ്റെ ഇടയിൽ ഗബ്രിയലിൻ്റെ പാസിൽ തല വെച്ചിട്ട് കാസിമറ ഒരു സമനില ഗോൾ നേടിക്കൊടുക്കുന്നുണ്ട്. തന്നെ പഴിച്ചവർക്കും ദുഷിച്ചവർക്കും മുന്നിൽ താൻ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളൊരു സിഗ്നലാണ് കാണിച്ചു കൊടുത്തത്. ആദ്യ പകുതിയിൽ വശം കെട്ട കാസിമറോ ആണെങ്കിൽ രണ്ടാം പകുതി ബ്രില്യൻ്റ് ആയിട്ട് കളിച്ച് പ്ലെയർ ഓഫ് ദി മാച്ച് കരസ്ഥമാക്കിയ കാസിമറോ പ്രായം തളർത്തി എന്നൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇതുവരെ പോയിട്ടില്ല. ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. പിന്നെ അതിനുശേഷം ജപ്പാൻ ശ്വാസം വിടാൻ അനുവദിച്ചിട്ടില്ല. ജപ്പാൻ്റെ കളിക്കാൻ ഓൾമോസ്റ്റ് എല്ലാവരും ബോക്സിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. ആലിസിനെ 1-2 ചാൻസ് മാത്രമേ ഒന്ന് പേടിക്കണം വന്നിട്ടുള്ളൂ. പിന്നെ ഒക്കെ ബ്രസീലുകാരായിട്ട് അറിഞ്ഞാടായിരുന്നു. ശരിക്കും പറഞ്ഞൊരു ബ്രസീലിയൻ കളി കണ്ട പോലെ എപ്പോൾ വേണമെങ്കിലും ഒന്നും കൂടി ഇപ്പോൾ പൊട്ടും എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കാസിമറോൻ്റെ ഒരു ഹെഡ് ചെയ്തത് ഗോളി തട്ടുന്നു, ഡിഫൻഡർ തട്ടുന്നു, എന്നിട്ട് അത് തട്ടി തെറിപ്പിക്കുന്നു. വിനീഷ്യസിൻ്റെ ഒരു സോളോ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നേരെ ഒന്ന് നട്ട്മഗ് ചെയ്ത് പോകുന്നു, കളിക്കാനും പോകുന്നു, എന്നിട്ട് അത് അടിക്കുന്നു. ഗോളി ഫുൾ ഫ്ലഡ്ജിൽ ഇതാക്കുന്നു, ഗ്ലൗസിൽ തൊട്ടുരുസി പോകുന്നു, പോസ്റ്റിലിടിക്കുന്നു, ഗോളാവുന്നില്ല. അതായിരുന്നെങ്കിൽ മനോഹരമായ ഗോളായിരുന്നു. ഇമാതിരി കളി അത് ഇപ്പം പൊട്ടു തപ്പക്ക ഒരു ബ്രസീലിയൻ താളായിരുന്നു. ബോൾ ഏത് വഴിക്കൂടെയൊക്കെ വരുന്ന അറിയണമെന്നില്ല. ആ കൂടി വശം കിട്ടും ജപ്പാനീസ്. അതിൻ്റെ ഒരു പരിണതഫലമാണ് 94th മിനിറ്റിൽ കിട്ടിയത്. ബ്രൂണോ ഗൊമേറസ് കൊടുത്ത ഒരു പാസ്. അത് ജസ്റ്റ് ഫിനിഷ് ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമേ മാർട്ടിനെല്ലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മാർട്ടിനെല്ലി കൃത്യമായിട്ടത് ക്ലീനായിട്ട് ഫിനിഷ് ചെയ്തു. 2-1. സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. സ്റ്റേഡിയം മാത്രമല്ല, ബ്രസീൽ ഇഷ്ടപ്പെടുന്ന മൊബൈലായാലും ടി വിയിലായാലും കാണുന്നവരൊക്കെ ഇളകി മറിഞ്ഞ നിമിഷമാണത്. എടുത്തു പറയേണ്ട അടുത്തത് ആരാണ്? താരം ഡോൺ കാർലോയ്ക്ക് ഇതൊന്നും വലിയ ബുദ്ധിയില്ല. 4 ഗോൾ അടിച്ചിട്ട് ഇപ്പം ബ്രസീൽ ജയിച്ചിട്ട് പോലും, അല്ലെങ്കിൽ വിജയ ഗോൾ അടിച്ചിട്ട് പോലും ആള് കാമൻകോയിട്ടാണ്. ആൾക്ക് ഇത് ബുദ്ധിയിലൊന്നുമില്ല. റയൽ മാഡ്രിഡിനെയും ലാലിഗേനെയും ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, റയൽ മാഡ്രിഡിൻ്റെ ആരാധകർക്ക് അറിയാം, കാർലോ ആൻസലോട്ടി അങ്ങനൊരു മനുഷ്യനാണ്.
ആൾ ഇതിനേക്കാൾ വലിയ കമ്പാക്ക് കണ്ടിട്ടുള്ളതാണ്, ഇതിനേക്കാൾ വലിയ കമ്പാക്ക് കണ്ടിട്ടുള്ളത്. ആ സിമിയോണിയോടോ അല്ലെങ്കിൽ പെപ്കാർഡിയോടൊക്കെ ചോദിച്ചു നോക്കുക, അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. എൻ്റെ പൊന്നു മക്കളെ എങ്ങനെയോട് കളിക്കാൻ നിൽക്കരുത്. അമ്മാതിരി മനുഷ്യനാണ് ഡോൺ കാർലോ, വെറുതെ അല്ല. നെയ്മറിനെ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് നെയ്മറിന് ഫ്രഷ് ആയിട്ട് എക്സ്ട്രാ ടൈമിക്ക് പോകാൻ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ എക്സ്ട്രാ ടൈമിക്ക് ബസ്സിൽ വലിച്ച് നീട്ടിയില്ല. അതിനനുസരിച്ചുള്ള ടാക്ടിക്കൽ ആളുടെ ഉണ്ട്. ഇതാണ് ടാക്ടിക്കൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞത്. എൻട്രിക്കിനെ മാറ്റുന്നത് 50 മിനിറ്റില്ല. പക്വറ്റയ്ക്ക് പരിക്ക് പറ്റി മാറാന്ന് പറഞ്ഞ കൂടുതൽ എൻട്രിക്കിനെ ഇറക്കി. എന്തുകൊണ്ട് അവിടെ നെയ്മറിനെ ഇറക്കിയൂടാ? എൻട്രിക്കിനെ ഇറക്കി. അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ ആയിരിക്കും. അങ്ങനൊരു ഡയറക്ടർ ബ്രില്യൻസ് അല്ല, കോച്ചിങ് ബ്രില്യൻസ് അതിലുണ്ടായിരുന്നു. എനിക്ക് ബ്രസീൽ ജയിച്ചു 2-1, സന്തോഷം. ജപ്പാൻകാർ അവരുടേതായ രീതിക്ക് നല്ലോണം പൊരുതി നോക്കി. അവർ പോരാട്ട വീതിക്കാർ തന്നെയാണ്, സമുറായികൾ തന്നെയാണ്. തലയുയർത്തി മടങ്ങാം. മോറിയാസു അവരുടെ കോച്ച്, ഗ്രേറ്റ് മാൻ, സല്യൂട്ട്. അവരെ കാണികൾ ഗ്രൗണ്ട് അവരിരുന്ന ഇരിപ്പിടങ്ങൾ വൃത്തിയാക്കുന്നു, വേസ്റ്റ് കളയുന്നു ഒക്കെ ചെയ്ത് അവർ ലോകത്ത് തന്നെ മാതൃകയായിട്ടുണ്ട്. ആദ്യമായിട്ടല്ല അവരെല്ലാ വേൾഡ് കപ്പിലും എല്ലാ കളികളും അങ്ങനെ ചെയ്യണം തന്നെയാണ് അവർ. ജപ്പാനീസ് കളിക്കാർ 1-2 കളിക്കാരുടെയൊക്കെ കൊന്നു. 1-2 കളിക്കാർ വെല്ലുവിളിച്ചിരുന്നു. വെല്ലുവിളിച്ചവർ കൃത്യമായിട്ട് കൊടുത്തിട്ട് തന്നെയാണ് മത്യാസ് കുഞ്ഞൊക്കെ വിട്ടിരിക്കണേ. എനിവേ അവരും ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കംപ്ലീറ്റ് പാക്ക് പെർഫോമൻസ് ഹാഫ് ടൈമിന് ശേഷം ബ്രസീലിൻ്റെ ഭാഗത്ത് വന്നു. ഈ ആത്മവിശ്വാസത്തോടു കൂടി ബ്രസീലിനെ കടക്കാം. നോർവേ ആണ് എതിരാളികൾ. നോർവേ ഐവറി കോസ്റ്റ് മത്സരത്തിൽ 2-1 നോർവേ ജയിച്ചു. നോർവേ ആണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഞാൻ വീഡിയോ ആണ് ലേറ്റായി പോയി. എന്തായാലും സമാധാനമുണ്ട്. ജപ്പാൻകാരായിരുന്നു പേടിച്ചിരുന്നത്. സമാധാനമുണ്ട്. ഒരു വിധം എന്ന് പറഞ്ഞാൽ ജപ്പാൻ ബ്രസീലിനെ വിറപ്പിച്ച് കീഴടങ്ങി തന്നെയാണ്. ബ്രസീൽ വിറച്ച് ജയിച്ചു കയറി തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലെ ബ്രസീൽ, ഇതൊക്കെ എല്ലാ എതിരാളികൾക്കും ഒരു പാടാണ്. സെക്കൻഡ് ഹാഫിലെ ബ്രസീലാണെങ്കിൽ നിങ്ങൾ ഗോൾ അടിക്കാനും പിടിച്ചു നിൽക്കാനും വേർക്കും.